ഹലോ, ഇറ്റ്സ് ബീൻ ലോങ്. വീണ്ടും എൻ്റെ കണ്ണ് പാടില്ല ആൻഡ് ഹെഡ്സെറ്റ് അടിച്ചു പോയി. ഹെഡ്സെറ്റ് അല്ല, എൻ്റെ മറ്റേ IEM ആയിരുന്നു. അതെൻ്റെ അടിച്ചു പോയിട്ട് വാറണ്ടിക്ക് കൊടുത്തേക്കാണ്. ആൻഡ് ഇത് പണ്ടത്തെ ഞാൻ വീണ്ടും എടുത്തിട്ട് റിയാക്ഷൻസ് ഉണ്ടായിരുന്നില്ല കുറച്ച് നാൾ. മടിയായിരുന്നു, പിന്നെ അതിനൊന്നും കാണാനുണ്ടായിരുന്നില്ല. യാ, അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇന്ന് വൺ പീസ് പുതിയ എപ്പിസോഡും, അപ്പോൾ ഞാൻ വീണ്ടും കാണാമെന്ന് വിചാരിച്ചു, റിയാക്ഷൻ ഇടാമെന്ന് വിചാരിച്ചു. ഓക്കെ, നമുക്ക് കഴിഞ്ഞ എപ്പിസോഡ് റീക്യാപ്പ് ആയിരുന്നില്ലേ, അതുകൊണ്ട് ഞാൻ അത് കണ്ടില്ല. ആൻഡ് നമ്മൾ നിർത്തിയത് കുമ വേഗപ്പങ്കിൻ്റെ അടുത്ത് പോകുന്നു. ഓക്കെ, അവിടെയാണ് നിർത്തിയത്. ആൻഡ് മറ്റേ എറിനിയേകറിൻ്റെ സ്റ്റൈല് പോലെ ബാക്കിലെല്ലാം കേട്ടിട്ടുണ്ട്, ഈ ഹെഡ്സെറ്റ് ആയതുകൊണ്ട് കാണാൻ പറ്റാത്ത. നമ്മളെവിടെ പറഞ്ഞു തന്നേ? കുമ വേഗപ്പങ്കിൻ്റെ അടുത്ത് പോകുന്നു, ഡ്രാഗൺ പറഞ്ഞിട്ട് ബാക്കി നമുക്ക് കാണാം. ഓക്കെ, ഇൻട്രോ പറഞ്ഞില്ല. ആൻഡ് ദിസ് ഇസ് യോൺസ്, എല്ലാവർക്കും വെൽക്കം ടു മൈ ന്യൂ റിയാക്ഷൻ വീഡിയോ. ഓക്കെ, ഇനിയിപ്പോൾ ഇൻട്രോ പറയാൻ മറന്നുപോയി. മെറൈൻസ് ലബോറട്ടറി 8 അവിടേക്ക് പോകാമെന്ന് തോന്നുന്നു. കിസുറു കിസുറു ഇത് എത്ര നാൾ മുന്നേ ഉള്ളതായിരുന്നു? അയ്യോ, തന്നെ എത്ര നാളായിരുന്നത്? 8 സംതിങ് ആണ്. ക്രൂവൽ ഫെയ്ത്ത്. ഇത് അധികം ആയിട്ടില്ല. എല്ലാം റെക്കോർഡാണ് പുള്ളി പറയുന്നത്. ഭീഷണിയാണോ? പുള്ളി എന്തേനാ? പുള്ളി മെറീനല്ലേ? ഓ, ഈ പുള്ളിയാണോ എപ്പോഴും കീസറിന് ഓർഡർ കൊടുത്ത് ഇങ്ങനെ പോണത്? സാറ്റേൺ. ഈ സമയത്ത് അറൗണ്ട് 300 മില്യൺ ഉണ്ട്. ഓ, ഈ സമയത്താണ് ഏസും ഇതാവുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഏസും കയറുന്ന, ലൈക്ക് ഏസും വാർലോഡായിട്ട് കയറുന്ന സമയമാണത്. ഓ, ഓക്കെ. അപ്പോൾ പുള്ളിയാണത് പ്രപ്പോസ് ചെയ്യുന്നത്. ഞാൻ വിചാരിച്ച വേഗപ്പങ്കായിക്കോ അത് പ്രപ്പോസ് ചെയ്യണേന്നാണ്. പാറ്റയാണ് ശരിക്കും പ്രപ്പോസ് ചെയ്യുന്നത്. ഓക്കെ, ഓ, മെമ്മറി ആയിരിക്കും. മൈൻഡ് ആൻഡ് ഫ്രീ. ഓ, അതാണ് മറ്റേ സംഭവം. ഇവർക്ക് കൂമേൻ്റെ പവർ ഗവൺമെൻറ്റിലോട്ട് യൂസ് ചെയ്യുന്നു തോന്നുന്നത് കൊണ്ട് ലൈക്ക് എതിരെ വീണ്ടും മോഡിഫൈ ചെയ്യണമല്ലോ. അങ്ങനെ വരാതിരിക്കാനാണ് മൈൻഡും ഫ്രീ വില്ലൊക്കെ അബാൻഡൻ ചെയ്യണമെന്ന് പറഞ്ഞു. ലൈക്ക് ഇത് മാറ്റി സ്റ്റോർ ചെയ്ത് മാറ്റി വയ്ക്കുക. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ കൂമയുടെ. സോൾലെസ് റോബോട്ടിയാ. മണ്ടൻ വന്ന് കയറി കൊടുത്ത സ്ഥലം. മണ്ടെന്ന് പറയാൻ പറ്റില്ല, വേറെ നിവർത്തിയില്ലല്ലോ. എന്നാലും ഈ വേഗപ്പെങ്കിലും ഇത്ര ക്യാമറ റെക്കോർഡറൊക്കെ ഉള്ളവരെ അറിയാൻ പാടില്ലേ. ഇപ്പുറം പ്രതീക്ഷ ഉണ്ടാവില്ലായിരുന്നു ചിലപ്പോൾ. ബോണി
ഹാ. ഉം. പുള്ളി ബോണിക്ക് വേണ്ടി എന്തും ചെയ്യും. 2 yearsോ? കൂമസ് മോഡിഫിക്കേഷൻ 2 year ഓടിക്കും. അപ്പോൾ 2 year മുന്നേ ആണെന്ന് തോന്നുന്നു എയ്സൊക്കെ പറഞ്ഞോടായത്. ലൂഫിയൊക്കെ ആണെങ്കിലും 2 വർഷം മുന്നേ ആയിരിക്കും. ഓ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി. കൂമ മോഡിഫൈ ചെയ്യണം പുള്ളിയുടെ ബോഡി. സൈബോർഗ് ആവണം. ഫ്രീ വില്ല് കളയണം. വാറിലുള്ളിലോട്ട് വരും. ബോണീനെ പിന്നെ കാണാൻ പറ്റില്ല. ഫ്രീ വില്ല് പിന്നെ കണക്കാണ്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബോണീനെ മറ്റേ സ്ലേവ് ആ സംഭവം അങ്ങനെ പിടിച്ചോണ്ട സംഭവം ഒന്നും ഉണ്ടാവില്ല. ഡിസീസ് ഇതൊക്കെയാണ് ഡിമാൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ള. ഡാർക്കാണ്. ഇത് ചെയ്തില്ലെങ്കിൽ ബോണീനെ സ്ലേവ് ആക്കുന്ന പറയുന്നത് വീണ്ടും. ഭീഷണിയൊക്കെയാണല്ലോ. തിരിച്ചോണ് കളിക്കുന്ന എനിക്ക് ചൂടെടുക്കുന്നു. ചൂട് എന്തോ അത്. ഇതൊക്കെ എങ്ങനെ പേജ് കണ്ടുപിടിക്കണം, എങ്ങനെ വായിക്കുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാണെങ്കിൽ എന്തോ അത്. ക്യാറ്റ്സ് ഹെൽപ്പോ? എന്ത് ക്യാറ്റ്സ് ഹെൽപ്പ്? പൂച്ചയുടെ ഹെൽപ്പ് വരുന്നു. ഓ കുമ്മയുടെ ട്രാൻസ്ഫോർമേഷൻ. എന്തോ ചെയ്യുന്നു ശരിക്കും? എങ്ങനെയാണോ കൈയൊക്കെ മാറ്റാം അവര്? പാവം സെന്റിമാര്. ഓ എനിക്ക് കോള് വരുന്നില്ല. ഇതെന്തില്ല ബിസിയാ? ആ
ഡാൻസ് ഭയങ്കര ഹിറ്റായി മൊത്തമായിട്ട്. കീസൂര് കൂടിയാ ഷേ. ഓ കീസൂര് എൻജോയ് ചെയ്യണ ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നത്. ഷേ പുള്ളിക്ക് പറ്റില്ല. ഇതാരാ? ഓ നമ്പർ 8. ആരാണോ പുതിയ താള? ആൽഫ നേഴ്സോ? എനിക്ക് റോബിന്ന് സാഞ്ചീന്ന് പറഞ്ഞു. സാഞ്ചിയുടെ സ്ലാങ് റോബിൻ ഷാ. നടന്നു തന്നെ വീട്. എന്തൊക്കെയാ ഞാൻ കാണുന്നത്? ഓ നോക്കാൻ വന്നേക്കണെന്താ? ഇനി പുള്ളിക്കാരൻ മോളിനെ കാണുന്നത് കാണില്ല എന്ന് തോന്നുന്നു. അപ്പൊ കരഞ്ഞു അതിനോ? കരഞ്ഞില്ല. ഓക്കെ ഡോഫ്ലമിംഗോ. ഞാൻ പുള്ളിക്കാരിനെ കാണിച്ചപ്പോ ഞെട്ടിപ്പോയി. ഇപ്പൊ കാണിച്ചിരുന്നു. ഓ ക്രൊക്കഡൈല്. റോബിൻ ഈ പുള്ളിക്കാരിയൊക്കെ വന്നു. ഇത് നമ്മുടെ മെയിൻ സ്റ്റോറി സ്റ്റാർട്ട് ആവണ സമയമാണ് ഇതൊക്കെ നടക്കുന്നത്. ഓഹോ ഹോ 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 ഹോ. എല്ലാവരും ഉണ്ടല്ലേ. ഓ എയ്സ് പോയപ്പോ ആ സ്ഥാനത്താണ് പുള്ളി കയറിയത്. ഹനഫൂഡ് എന്ന് പറഞ്ഞ ആളാണ് എയ്സ് ഡിഫീറ്റ് ചെയ്തത്. എന്നാലും ജീപ്പേ വൈറ്റ് ബീഡിലായിരുന്നു പുള്ളി എന്തായിരുന്നു ഇവിടെ? ഓ ആ ഫൈറ്റ് കഴിഞ്ഞ് മറ്റേ ഫൈറ്റ് കഴിഞ്ഞ് ജീമ്പയും Dragon like why? What happened? Like Moda. Luffy. ഇന്നെയാണ് ലൂഫി ഇറങ്ങിയിട്ട് ബാക്കിയുള്ള സ്റ്റോറിയൊക്കെ നമ്മൾ കാണുന്നത്. ടൈം ആയിട്ടുള്ളപ്പോൾ ഇതെന്തോ അത് എൻ്റെ ഡെസ്കിൽ മൊത്തം ഉറുമ്പ്. എവിടെ നിന്ന് വന്ന്? മൗസിലത് പൊട്ടി മുളിച്ചു വന്ന ഉറുമ്പ് മൗസിൻ്റെ ഉള്ളിലാണോ?
ഷെടാ. ഓക്കെ, അപ്പം അതാണ് സംഭവം. അവിടെയാണ് നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു കുമ്മേൻ്റെ സ്റ്റോറി തീർന്നു എന്ന്. അപ്പം അടുത്ത എപ്പിസോഡ് ബാക്കി ഫൈറ്റ് ആയിരിക്കും മിക്കവാറും. ഇപ്പൊ ഒരു കണ്ടിന്യൂഷൻ ആയില്ലേ, കറക്റ്റ് അവിടെ വന്ന് നിന്നപ്പോൾ ഇപ്പോഴാണ് സെറ്റായേ. അപ്പോൾ നമുക്കറിയാം. ഇപ്പം ടൈമും ശരിയായി, ഒക്കെ ശരി. ലൂഫി ഇനി 2 വർഷമോ അപ്പം അവർ കാണിച്ച ഏജ് കണ്ടിട്ട് 1 വർഷമോ സംതിങ് ആണെന്ന് തോന്നുന്നു. പക്ഷെ ഇത്തിരി എങ്ങായിട്ട് തോന്നി ലൂഫിനെ കണ്ടിട്ട്. എനിവേ ഓക്കെ, നമുക്ക് അടുത്ത എപ്പിസോഡിൻ്റെ നോക്കിയിട്ട് ബാക്കി പറയാം. ഓ ഷിറ്റ് ഇങ്ങോട്ടേക്ക് കിട്ടെ, അല്ലെങ്കിൽ കോപ്പറേറ്റ് കിട്ടും. പണിഞ്ഞ് കളയന്നെ. അടുത്ത എപ്പിസോഡും നമ്മുടെ കറണ്ട് ഫൈറ്റ് അല്ല ഗൈസ്. ഇനി ബോണി ജനിച്ചു വരുന്നത് കാണിക്കാന്നാ തോന്നുന്നു. ശരി, അത് കാണിച്ചില്ലല്ലോ ഡിസീസ് മാറുന്നത്. പക്ഷേ ഞാൻ അത് ആലോചിച്ചേ ഇല്ല. ഞാനത് കാണിക്കില്ല എന്ന് വിചാരിച്ചു. ഡിസീസ് മാറി വരായിരിക്കുന്നു. ഡിസീസ് മാറി വരുന്നതും കാണിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കാണിക്കുന്നുണ്ട്, അതല്ലേ ഇപ്പോൾ പറഞ്ഞേ. അപ്പോൾ അതാണ് അടുത്ത എപ്പിസോഡ്. പിന്നെ വലിച്ചു നീട്ടുന്നുണ്ടോ അവര്? എന്നാലും റീക്യാപ്പ് വെച്ച സ്ഥലത്ത് അതിൻ്റെ ആവശ്യം. റീക്യാപ്പാണ് ഏറ്റവും പ്രശ്നം വരുന്നത്. ഇവർ ഇടയ്ക്ക് കൊണ്ടുവന്ന് ഓരോ വീക്കുകൾ അങ്ങ് റീക്യാപ്പ് ഇടും. എന്തിനാണെന്നറിയില്ല. ഇത്ര നാൾ ബ്രേക്ക് 6 മാസമായിട്ട് ഇവർ ബ്രേക്ക് എടുത്ത്, 6-7 മാസമായിട്ട് ബ്രേക്ക് എടുത്ത്. എന്നിട്ട് പിന്നെ എന്തിനാ ഉറുമ്പ് മനസ്സിലായി. എൻ്റെ ജനാലേക്കൂടെ ഉറുമ്പ് വരുന്നത്. പിടിച്ചോളാം, എല്ലാത്തിനും കുഴിച്ചിടുന്നു. എവിടെ പറഞ്ഞു നിർത്തിയെന്ന് മറന്നുപോയി. അപ്പം അതാണ്. ഇനി അടുത്ത എപ്പിസോഡിൽ വരാം. ഞാൻ പിന്നെ വേറെ അനിമ കാണണം. ഞാൻ വേറെ കുറച്ച് അനിമ നോക്കി വെച്ചിട്ടുണ്ട്. വേറെ ഒന്ന് പോയി പേര് തപ്പി കണ്ടുപിടിക്കണം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ഓക്കെ, നമുക്കെന്നാൽ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം. This is Sion signing off. Bye guys. Bye.